ഏകദേശം ഇതുപോലെയാണ് നമ്മുടെ അങ്ങാടിപ്പുറം പാലം. ഒരു കുപ്പിക്കഴുത്ത് പോലെ 3, 4, 5 വരിയായിട്ടൊക്കെയാണ് പാലത്തിലേക്ക് വാഹനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവസാനം 3, 4, 5 വരിയായിട്ട് പോകുന്ന വാഹനങ്ങൾ ഒരൊറ്റ ട്രാക്കിലേക്ക്, ഒരൊറ്റ വരിയിലേക്ക് പാലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അത് പ്രവേശിക്കുന്ന ഭാഗത്ത്, കയറുന്ന ഭാഗത്ത് ഒരു ഞെരുക്കം അനുഭവപ്പെടുകയും അങ്ങനെ വാഹനങ്ങളുടെ തിരക്കി ഞെരുങ്ങി ഈ പാലത്തിലേക്ക് കയറുമ്പോൾ വാഹനങ്ങളുടെ സ്പീഡ് കുറയുകയും 4, 5 വാഹനങ്ങൾ പോകേണ്ടുന്ന സമയത്ത് ചിലപ്പോൾ 3, 4 വാഹനങ്ങൾക്കാണ് കടന്നു പോകാൻ പറ്റുക. ഇവിടെ സ്വാഭാവികമായിട്ടും നമ്മളൊരു ശ്വാസം വിടാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കാറുണ്ട്. കുറച്ചും കൂടെ ഒരു പ്രവേശനം ഈസിയാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഒരു സ്പീഡ് കൂടുകയും ചെറിയൊരു ശതമാനമെങ്കിലും നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റും. ഇവിടെ നമ്മൾ കുപ്പിയിൽ നിന്നുള്ള വെള്ളം ഒരുമിച്ച് താഴേക്ക് പിടിക്കുമ്പോൾ ഏകദേശം 25 സെക്കൻഡാണ് ഈ വെള്ളം മുഴുവനും പോകാൻ വേണ്ടി എടുത്തതെങ്കിൽ, കുപ്പിയിൽ നിന്ന് കാലിയാക്കാൻ വേണ്ടി എടുത്തതെന്നുണ്ടെങ്കിൽ ഒരിത്തിരി ശ്വാസം വിടാനുള്ള ഒരിത്തിരി സൗകര്യം ഒരു പൈപ്പ് വെച്ചുകൊണ്ട് കൊടുക്കുന്നതോടുകൂടി അത് ഏകദേശം ഒരു 9 സെക്കൻഡായിട്ട് കുറയുന്നുണ്ട്. കുപ്പിയിൽ നിന്ന് വെള്ളം പോകുന്ന അത്ര ഈസിയാണ് എന്നല്ല കേട്ടോ, പക്ഷെ എന്നാലും കുറേ നിയന്ത്രണങ്ങൾ വഴി നമുക്ക് കുറച്ചൊക്കെ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അസ്സലാമു അലൈക്കും.